ഈ വേനൽക്കാലത്ത് വളരെയേറെ ഗുണകരമായിട്ടുള്ളതും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് മാറ്റി നല്ല ഒരു തണുത്ത ഒരു ഊഷ്മാവിലേക്ക് കൊണ്ടുവരുന്നതിനും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സർബത്താണ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നോർത്ത് ഇന്ത്യക്കാർ തയ്യാറാക്കുന്ന അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സർബത്ത് തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ ഒരു ചൂടുകാലത്ത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇത് വളരെയേറെ പ്രയോജനകരമായിട്ടുള്ള ഒരു സർബത്ത് തന്നെയാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പുതിന ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം പുതിന ഇല ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതിന് ഈ ഒരു സർബത്ത് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കഴുകിയെല്ലാം എടുത്തിരിക്കുന്ന പുതിന ഇല ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ച് നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് കൊടുത്തുവിടാം. ഇത് അരച്ചുകൊണ്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീരാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞ് ഇതേ രീതിയിലൊന്ന് എടുക്കുക. അതിനുശേഷം ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നേരത്തെ അരയ്ക്കാൻ കൊടുത്തു വിട്ട പുതിന ഇലയില അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പുതിന ഇല അരച്ചു കൊണ്ടുവന്നത് ഒരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിനാരയുടെ ആ ഒരു ജ്യൂസ് എല്ലാം നല്ലതുപോലെ നമ്മളൊന്ന് അരിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 250 ഗ്രാം പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു വെള്ളവും പഞ്ചസാരയും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ പഞ്ചസാര വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിളയ്ക്കുന്ന അനുസരിച്ച് ഇത് ചെറുതായി ഒന്ന് കുറുകിയും ഒന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് കുറുകി വന്നതിന് ശേഷം പിന്നീടാണ് ഇനി ഇതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുതിന ഇലയുടെ ആ ഒരു ജ്യൂസ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പുതിനയുടെ ജ്യൂസ് എല്ലാം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ചു വരും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 25 ഗ്രാം ഇഞ്ചിനീര് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇഞ്ചിനീര് ചേർത്ത് കൊടുത്താൽ ഒരു കയ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇനി ഇഞ്ചിനീരിനോടൊപ്പം തന്നെ സ്വല്പം കാന്താരിമുളകും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല എരിവും കൂടി നമുക്ക് ഈ ഒരു സർബത്തിന് കിട്ടും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്പം എരിവെന്നൊക്കെ പറയുന്നത് വളരെയേറെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്പം കാന്താരിമുളകും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് മലയാളികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ കാന്താരിമുളക് കിട്ടിയില്ലെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനിയിപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 15 മിനിറ്റ് സമയം ഇതുപോലെ ഇതൊന്ന് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതിനകത്ത് ആ ഒരു വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം വറ്റി ഇതൊന്ന് കുറുകി വരും. അങ്ങനെ കുറുകി വരുന്നതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കുക. അതിനുശേഷം നല്ലതുപോലെ തണുത്ത് കഴിയുമ്പം ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ സർബത്ത് തിളപ്പിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ അരിച്ച് എടുത്തതിന് ശേഷം വേണം ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ടത്. നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇത് ഈർപ്പമയം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ബോട്ടിലിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മാറ്റി. ഇനി ഈ സർബത്ത് എങ്ങനെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിനകത്തേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുതിന ഇലയുടെ സർബത്തും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. കാരണം അത് അല്പം കൂടി എന്ന കാരണത്താൽ
പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ശരീരത്തിന് വളരെയേറെ ഒരു കുളിർമ തരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കസ്കസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കസ്കസ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീടാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ തണുത്ത സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലപോലെ തണുത്ത വെള്ളമോ സോഡയോ തന്നെ വേണം ചേർത്ത് കൊടുക്കേണ്ടത്. എങ്കിലേ അത് നമുക്കൊന്ന് ആസ്വദിച്ച് ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു സർബത്ത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെയേറെ ഗുണപരവും അതുപോലെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു സർബത്ത് തന്നെയാണിത്. നോർത്ത് ഇന്ത്യക്കാർ ഇത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പൊതുവെ പുതിനയില വെച്ചുള്ള ഈ ഒരു സർബത്ത് അധികം ഉപയോഗിക്കാറില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. ഒരു വേനൽക്കാലത്ത് പാനീയങ്ങളും ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതാണ്.